ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇത് നമ്മളെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മത്തെടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ജനറൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങളുടെ റീഡിങ്ങിലെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ ഫീലിങ്സ് നോക്കാം. വി ഹാവ് ദി 8 ഓഫ് സോഡ്, ദ 4 ഓഫ് wands, ദ ജസ്റ്റിസ്, ദ 10 ഓഫ് സോഡ്, ദ ടവർ കാർഡ്, Ace of Cups. ഇതിന് ശേഷമുള്ളത് ഞാനിവിടെ വയ്ക്കാവേ. 9 of Cups, the World card, the Temperance. ബോട്ടം നമുക്ക് Queen of Cups എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ ഇതും കൂടി എടുക്കാം. We have keep an open mind. Okay, flirt, attraction, calling in your soulmate, passion. ഓക്കെ, ഇതിൽ കാണിക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ കൂടെ വളരെ ഹാപ്പിനെസ്സോടു കൂടി മുന്നോട്ട് പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങളുടേത് എന്നുള്ളതാണ് ആദ്യമേ കാണിക്കുന്നത്. പക്ഷേ സഡൻ ആയിട്ടുള്ള ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ട്വിസ്റ്റ് പോലെ എന്നല്ലെങ്കിൽ പെട്ടെന്നൊരു മാറ്റം ഈ ഒരു ഉണ്ടായതായിട്ട് കാണുന്നുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ നിങ്ങളുടെ ശ്രമം വളരെയധികം കീപ്പപ്പ് ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വിചാരിച്ച പോലെയൊന്നും ആയിരിക്കില്ല കാര്യങ്ങൾ എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു കൺട്രോൾ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണെ ഒരിക്കലും നഷ്ടപ്പെടരുത് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം. അത് കാരണം നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ അല്ലാതെ മറ്റൊരു പേഴ്സൻ്റെ കൂടെ അല്ലെങ്കിൽ പേഴ്സണെ വിചാരിക്കാൻ പോലും പറ്റാത്ത ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം എന്നുള്ളതാണ്. മേ ബി ഈ ഒരു പേഴ്സണെ നിങ്ങൾ മാരേജ് കഴിഞ്ഞതോ അല്ലെങ്കിൽ മാരേജ് ചെയ്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ കറൻ്റ്ലി ഈ ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണെ മാരേജ് ചെയ്തതാവാനുള്ള പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ടിലൊരാൾ നല്ല രീതിയിൽ ജസ്റ്റിസ് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു നീതി വേണം. ഇതിലൊരാൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ചീറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഇട്ട എഫേർട്ടിൻ്റെ പാതി പോലും തിരിച്ചു കിട്ടാത്ത പോലുള്ളൊരു ഫീലിങ്സ് ഇവിടെ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ നമുക്കിത് 4 ഓഫ് വൺസിന് ശേഷം ദ ടവർ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. ഒരു സ്റ്റെക്നെസ് ആണ് ഇവിടെ അനുഭവിക്കുന്നത്. മേ ബി ഒരു മാറ്റവും ഇല്ലാത്തതുപോലെ കുറേ നാളുകളായി നിങ്ങളുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ചിലപ്പോഴൊക്കെ ആ ഒരു പേഴ്സൺ വേണ്ട സമയത്ത് വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ അറിയുന്ന പോലും ഉണ്ടാവില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിലൂടെ ആയിരിക്കാം കുറച്ച് ആൾക്കാർ കടന്നു പോകുന്നുണ്ടാവുക. അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണെ കുറിച്ച് അറിയാം, പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കാൾ കൂടുതൽ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് തേർഡ് പാർട്ടിയാണ്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ മൈൻഡ് ഒന്ന് മാറ്റിയിട്ട് എടുത്തിട്ടുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിവിടെ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നത്. ഇവിടെ പലപ്പോഴും നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാവും, ഒരുപാട് സ്നേഹം കൊടുത്തു, ഒരുപാട് കെയർ കൊടുത്തു, അതുപോലെ തന്നെ ആ ഒരു പേഴ്സണെ നിങ്ങൾ മനസ്സിലാക്കിയ പോലെ വേറെ ആരും മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള സിറ്റുവേഷനിൽ വരെയായി. എന്നിട്ട് പോലും എങ്ങനെയാണ് ഈ ഒരു പേഴ്സണ് ഒരു നാൾ അല്ലെങ്കിൽ ഒരു പുതിയൊരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുതിയൊരു സാഹചര്യത്തിന് വേണ്ടി നിങ്ങളെ ഒന്ന് ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ആദ്യത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ ഒരു ഹാപ്പിനെസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളെ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു എനർജിയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എപ്പോഴും നിങ്ങളോട് സ്പെൻഡ് ചെയ്യുക, നിങ്ങളോട് കാര്യങ്ങൾ പറയുക എന്ന് ചെയ്യുന്നൊരു പേഴ്സൺ ആവാനുള്ള ഒരു പോസിബിലിറ്റീസ് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് കുറച്ച് ദേഷ്യം ഉള്ള വ്യക്തികളാണ്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യാൻ ഏതൊരു വിധത്തിലും ശ്രമിക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ഓക്കെ, ഈ ഒരു പേഴ്സൺ നല്ല രീതിയിലൊരു ഫ്രണ്ടിനെ മാതിരിയാണ്, ഒരു പാർട്ട്ണറാണ്, ഫ്രണ്ടാണ്, ഓൾ ഇൻ ഓൾ ആണ് എന്നുള്ള രീതിയിലുള്ള ഒരു എനർജിയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാനുണ്ടെങ്കിൽ മേ ബി ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളൊരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിൽ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് ഏറ്റവും കൂടുതൽ. കാരണം എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഈ ഒരു പേഴ്സണിലൂടെ തന്നെ നിങ്ങൾ അറിയണം എന്നുള്ള രീതിയിലും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം മറ്റൊരാൾ വഴി അറിഞ്ഞത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക്
ഒരുപാട് ആൾക്കാരായിട്ടും അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളാണെങ്കിലും ഈ ഒരു പേഴ്സൺ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ സ്വഭാവത്തെക്കുറിച്ചിട്ടൊക്കെ കുറച്ച് ആൾക്കാർക്ക് റീസെൻ്റ്ലി കുറച്ച് നല്ലതായിട്ട് റിലേഷൻഷിപ്പിലൊക്കെ ഉള്ള മാരേജ് കഴിയാത്ത ആൾക്കാർക്കായിരിക്കും ഇത് കുറച്ചും കൂടി റെസനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണെ കുറിച്ച് അറിയാനൊരു കാര്യം ഇടയായി, പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങളത് വിശ്വസിച്ചിട്ടില്ല. കാരണം ഈ ഒരു പേഴ്സണായിട്ടൊരു ഡ്രീമിങ് ഒരു ഒരു ആഗ്രഹിക്കുന്ന ഒരു പോലെയുള്ള ഒരു ജീവിതം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഒരു ചീറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്. സ്ട്രോങ്ലി ഒരു ചീറ്റിംഗ് എനർജിയാണ്, ഒരു ഫ്ലേർട്ടിങ് കൈൻഡ് ഓഫ് എനർജി. അതായത് ഒന്നിലും ഒരു സീരിയസ്നെസ് ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ എപ്പോൾ വേണോ അല്ലെങ്കിൽ ആ ഒരു ടൈം മാത്രം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ വളരെ ഓപ്പൺ മൈൻഡായിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു അതേമാതിരി എക്സ്പ്രസ് ചെയ്തതും ബാക്കിയുള്ള ആളെന്ന് പറയുന്നത് അത് കളഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് കൊണ്ടാണ് എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു എനർജിയുമാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു അഫർമേഷൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടാകും. അത് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് പ്രേയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മാറ്റം, ഒരു മാറി വരട്ടെ എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഒരു ഈക്വൽ ആയിട്ടുള്ളൊരു എഫേർട്ട് ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. ഇവിടെ ഒരാൾ മാത്രമാണ് അല്ലെങ്കിൽ ഇത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സണെ വിട്ടുകളയാൻ പറ്റില്ല എന്ന് തോന്നുന്നുകൊണ്ട് അങ്ങോട്ട് കൂടുതലായിട്ട് എഫേർട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചിലപ്പം ഒരുപാട് കാര്യങ്ങൾ സഫർ ചെയ്തിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ദേഷ്യം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ചില കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്കറിയാം ചില വ്യക്തികളുടെ സ്വഭാവം എന്താണെന്നും, അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ സ്വഭാവമൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു അറിവുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം എന്താണെന്നൊക്കെ അറിയുന്നുണ്ടാവും. നിങ്ങൾ അതിനെ വാണ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങളതിനൊരു തടസ്സം പോലെ അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞ് നിങ്ങളെ ഇപ്പോൾ തടസ്സമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്നുള്ള രീതിയിലേക്കാണ് എനിക്കിവിടെ ഫീൽ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. എനിക്ക് ഈ ഒരു സെറ്റ് ഓഫ് കാര്യമാണ് എനിക്ക് ഈ ഒരു റീഡിങ്ങിൽ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇതിലൊരുപാട് ആൾക്കാർ ഒരു മാരീഡ് ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ള രീതിയിൽ തന്നെ സ്വപ്നം കണ്ടതാണ്. മേ ബി നിങ്ങൾ ആ ഒരു പേഴ്സണെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കൂടെയുള്ള ഹാപ്പി ഫാമിലി ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നുള്ള രീതിയിലും കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയാനുള്ളത്. ലെറ്റ് മീ ചെക്ക് പേഴ്സൻ്റെ കറണ്ട് ഇൻറ്റൻഷൻ എന്താണെന്ന് നോക്കാം. King of Cups, deception, bottom is let go of control issue. Okay, ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു പേഴ്സണെ എപ്പം മിസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് അത്ര സീരിയസ്നെസ്സോടു കൂടിയുള്ള എനർജി അല്ല കാണിക്കുന്നത്. കാരണം ഒരു മെച്യൂർഡ് ആയിട്ടുള്ള എനർജിയല്ല. ഡിസെപ്ഷൻ എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാർഡ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ്. ഈ ഒരു പേഴ്സൻ്റെ ഭാഗം പറഞ്ഞ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഇവർ ഏതറ്റം വരെ പോകുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ്. കുറച്ച് സെൽഫിഷ്നെസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്ര ഓപ്പൺ അപ്പ് ആയിട്ടുള്ള വ്യക്തികളല്ല, എന്ന് വെച്ചാൽ ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള വ്യക്തികളല്ല. ഈ ഒരു പേഴ്സൺ എന്ത് ചെയ്യണമെന്ന് തോന്നുന്നു അല്ലെങ്കിൽ എന്ത് പറയണമെന്ന് തോന്നുന്നു അത് മാത്രമാണ് ചിലപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിലേക്കും കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം തീർച്ചയായിട്ടും ഇവിടെ വരണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി പാസ്റ്റിൽ നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നു എന്നുള്ള. പാസ്റ്റിൽ നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ കെയറിങ് ആയിരിക്കാം, നിങ്ങൾ ആ ഒരു പേഴ്സണെ മനസ്സിലാക്കിയതായിരിക്കാം, അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു പേഴ്സൺ കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു പേഴ്സൺ എഫേർട്ട് ഇട്ട് വരും എന്നുള്ളതാണ്. കാരണം ഈ ഒരു പേഴ്സൺ മുന്നോട്ട് പോകണമെങ്കിൽ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില വസ്തുതകൾ ഈ ഒരു പേഴ്സൺ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത്രമേൽ എക്സ്പ്രസീവ് ആയിട്ടുള്ള വ്യക്തിയല്ല കുറേ ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വ്യക്തി. അതായത് എന്തുണ്ടെങ്കിലും അത്രമേൽ തുറന്ന് പറയുന്ന കൂട്ടത്തിലല്ല, എല്ലാം ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ
ചോദിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ എന്തുണ്ടെങ്കിലും അത്രമേൽ സമ്മതിച്ചും തരുന്നില്ല, അങ്ങനത്തെ ഉള്ളൊരു വ്യക്തികളെയും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വർക്ക് ഹോളിക്കാണ്. സോ വർക്കിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പണം അല്ലെങ്കിൽ ജോബ്, അതിന് വേണ്ടിയിട്ട് ഒരുപാട് ടൈമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തികളാവാനുള്ള ചാൻസസ് കൂടുതലാണ് കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്. എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു പേഴ്സണ് പാസ്റ്റിലെ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സണായിട്ട് ചെയ്ത കാര്യങ്ങളിൽ ഒരുപാട് ഹീലിംഗ് ആവശ്യമുണ്ട്. ഇവിടെ നിങ്ങളുടെ വെറുപ്പ് സമ്പാദിക്കാൻ ഈ ഒരു പേഴ്സണ് പറ്റില്ല. പക്ഷേ ഈ ഒരു പേഴ്സൺ അറിയാം ഒരുപാട് നിങ്ങളെ വെറുപ്പിച്ചിട്ടുണ്ട്, മടുപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അതൊക്കെ മാറ്റി വരണം, ചില കാര്യങ്ങൾ നിങ്ങളോട് പറയണം എന്നുള്ളൊരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഉള്ളത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കി നോക്കാം ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണെന്നുള്ളത്. യൂണിവേഴ്സ് പ്ലീസ് ക്ലാരിഫൈ മീ. പേജ് ഓഫ് കപ്സ്, ദ കിങ് ഓഫ് സോഡ്, ദ നയൻ ഓഫ് സോഡ്, ദ ഹൈ പ്രീസ്റ്റസ്, ദ വീൽ ഓഫ് ഫോർച്യൂൺ, ദ ഫൈവ് ഓഫ് കപ്സ്, സെവൻ ഓഫ് പെൻറ്റക്കിൾ. ഓക്കെ, ഇവിടെ നിങ്ങളുടെ അടുക്ക കുറച്ച് ആൾക്കാർ വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇവരെന്ന് പറയുന്നത് എല്ലാം ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പം അതിൻ്റെ എല്ലാ വശങ്ങളും ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. അതിൽ കൂടുതൽ ഈ ഒരു പേഴ്സണിൻ്റെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, സെൽഫിഷ്നെസ് ആയിരിക്കാം. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഈ ഒരു പേഴ്സണും ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങളെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല എന്നുള്ളത്. കാരണം ഇവിടെ ഈ ഒരു പേഴ്സൺ ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത്രമേൽ ഈ ഒരു പേഴ്സണ് റിഗ്രറ്റ് ഇപ്പോൾ അനുഭവിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോഴും ഞാൻ പറയുകയാണ്, ഈ ഒരു പേഴ്സൻ്റെ ഒരു സീരിയസ്നെസ് എനർജി അല്ല ഇവിടെ കാണിക്കുന്നത്. കാരണം ഇവിടെ മെല്ലനെ മെല്ലനെ ഹീലായിട്ട് വരികയാണ്, എല്ലാം ഓക്കെ ആയിട്ട് വരികയാണ്. വെള്ളം കലങ്ങി തന്നെയാണ് ഉള്ളത്. പക്ഷെ ആ കലങ്ങാനുള്ള, അല്ലെങ്കിൽ അത് നേരെയാവാനുള്ള ഒരു ടൈം, അതാണ് ഇവിടെ ചോദിക്കുന്നത്. അത് എടുത്ത് ചാടി, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ ഓക്കെ ആകും എന്ന് വെച്ച് എന്തുകൊണ്ട് മെസ്സേജ് അയക്കുന്നില്ല എന്നൊന്നുമല്ല. ഇത് കാണുന്ന ഓരോരുത്തരുടെയും റീഡിംഗ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നത് മാത്രം എടുക്കുക. ഇപ്പോഴും ഈ ഒരു പേഴ്സൻ്റെ ഒരു മനസ്സിലെന്ന് പറയുന്നത് ഒരു നല്ല മൊമെൻ്റാണ്. ഇതിനു മുന്നേ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്തും ചെയ്തോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം എന്താ പറയുക, നിങ്ങളെ പറ്റിച്ചു, അല്ലെങ്കിൽ നിങ്ങളെ പറ്റിച്ചതിനെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ സന്തോഷിക്കുന്ന പേഴ്സൺ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അതിനൊക്കെ ആ ഒരു പേഴ്സൺ വളരെ സന്തോഷത്തോടെ നിൽക്കുന്ന ഒരു എനർജിയൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അപ്പോഴത്തുള്ള സിറ്റുവേഷൻ, ഇപ്പോഴത്തുള്ള ഒരു എനർജി വൈസ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി ഷിഫ്റ്റായിട്ടാണ് എനിക്കിവിടെ വായിക്കാൻ പറ്റുന്നത്. കാരണം വളരെ കാമായിട്ട് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തുള്ള സിറ്റുവേഷൻ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ മറ്റൊരു രീതിയിൽ നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. അത് പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് ആ ഒരു പേഴ്സൺ ഒരുപാട് എന്താ പറയുക, ഒരു ഡിസപ്പോയിൻറ്റ് പോലെ, അല്ലെങ്കിൽ ഒരു വിഷമം പോലെ ഉണ്ടാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി ഈ ഒരു പേഴ്സണ് ഇപ്പോൾ പണ്ടത്തെ പോലെ നിങ്ങളെ കെയർ ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ആയിരിക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളിൽ നിന്നും നിങ്ങളിലേക്കൊരു വരാനൊരു ഡിസ്റ്റൻസ് വെച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും കാണിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ആ ഒരു സ്നേഹത്തിനൊരു മാറ്റം എന്നുള്ള രീതിയിലല്ല കാണിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തുള്ള സിറ്റുവേഷനിൽ ആ ഒരു പേഴ്സൺ ഒരു വാശി പുറത്തെടുത്തൊരു തീരുമാനത്തിൽ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളെക്കാൾ നല്ലത് കിട്ടും എന്നുള്ളൊരു തോന്നൽ ആ ഒരു പേഴ്സണെ വലിയൊരു കുഴിയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഈ ഒരു പേഴ്സൺ വിചാരിക്കുകയാണ് എല്ലാം ഓക്കെ ആകും, വെയിറ്റ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ് ചിന്തിക്കുന്നത്. നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്നും എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ദ 10 ഓഫ് wands വിത്ത് ദ 10 ഓഫ് sword. ഓക്കെ, ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചെന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ ഒരു പഴയ വേർഷനാണ് എന്ന് വെച്ചാൽ, പണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പിന്നാലെ, അല്ലെങ്കിൽ ഒരുപാട് ഈ ഒരു വ്യക്തി എന്ത് ചെയ്താലും തെറ്റ് ചെയ്താലും കൂടുതലായിട്ടും അങ്ങോട്ട് എഫേർട്ട് എടുത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ നിങ്ങളെന്ന് പറയുന്നത് ഐ ഡോണ്ട് കെയർ, ഞാനത് കാര്യമാക്കുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട്, വളരെ മെച്യൂർഡായിട്ട് നിങ്ങളെന്നെ ചീറ്റ് ചെയ്തു. ഓക്കെ എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു പേഴ്സൺ ചീറ്റ് ചെയ്തു. നിങ്ങളോട് ഞാൻ കള്ളം പറഞ്ഞു, ഓക്കെ കള്ളം പറഞ്ഞു,
നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല, ഓക്കെ സ്നേഹിച്ചിരുന്നില്ലേ, ഓക്കെ ഐ ഡോണ്ട് കെയർ, മൂവ് ഓൺ ചെയ്യാം, അങ്ങനെയുള്ളൊരു ആറ്റിറ്റ്യൂഡ്. ഇത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് ഈ ഒരു പേഴ്സണ് ഫീൽ ചെയ്യുന്നത്. അത് ഈ ഒരു പേഴ്സൺ ഒരിക്കലും ഒരു ദഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. വീണ്ടും ഡിസപ്പോയിൻറ്റഡ്, പാസ്റ്റിനെ ഓർത്ത് ഡിസപ്പോയിൻറ്റഡ് കാണിക്കുന്നുണ്ട്. ഒരുപാട് സോഡ് എനർജി എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ, ഡിസപ്പോയിൻറ്റഡ്മെൻറ്റ്, ഒരുപാട് സൂട്ട്സ് എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ എന്നിരുന്നാലും ഈ ഒരു പേഴ്സൺ ആ ഒരു ശുഭാപ്തി വിശ്വാസം, 100% വിജയം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്കിവിടെ തോന്നുന്നത്. അതായത് ഈ ഒരു പേഴ്സൻ്റെ ഒരു കയ്യിലിരിപ്പ് കൊണ്ടാണ് ചിലപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആയിട്ടും അല്ലെങ്കിൽ എല്ലാത്തിനും മാറി അല്ലെങ്കിൽ നിൽക്കുന്നൊരു സിറ്റുവേഷൻ കാണിക്കുന്നത്. ആ ഒരു പേഴ്സണ് വേണ്ട റിയാക്ഷൻ തരുന്നില്ല എന്ന് വെച്ചാൽ, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത് ഈ ഒരു പേഴ്സണോട് എങ്ങനെയായിരുന്നു ആ തരത്തിലുള്ള റിയാക്ഷൻ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ കിട്ടുന്നില്ല. ഇപ്പം എന്തോ അറിയാത്ത ഒരാളോട് അല്ലെങ്കിൽ ബിഹേവ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ അറിയാത്തോട് പോയിട്ട് മിണ്ടുന്ന പോലെയൊക്കെയാണ് ഈ ഒരു പേഴ്സൺ, ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. പക്ഷേ ആ ഒരു പേഴ്സൺ ഒരിക്കലും അത് ക്ലാരിറ്റി ചെയ്യാൻ അല്ലെങ്കിൽ ചോദിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നിങ്ങൾ വളരെ ബോൾഡായിട്ട് നിൽക്കുകയാണ്, എന്ത് പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ എതിർക്കുന്നുണ്ടാകാം. അതൊക്കെ ആ ഒരു പേഴ്സൺ ഇങ്ങനെയല്ല, എൻ്റെ വ്യക്തി ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷനാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ചാൽ, മേ ബി നിങ്ങളിപ്പം ഒന്നിനോടും റിയാക്ട് ചെയ്യാത്ത രീതിയിലാണ് ഈ ഒരു പേഴ്സണ് തോന്നുന്നത്. അതായത് ഇവർക്ക് എന്താണ് പറ്റിയത്? ആ ഒരു പേഴ്സൺ ഒരിക്കൽ പുറമേ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുന്നത്? നിങ്ങളുടെ മാറ്റം ഈ ഒരു പേഴ്സൺ അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. എപ്പോഴും ചിലപ്പം ഈ ഒരു പേഴ്സൺ വരുന്ന സമയത്ത് രണ്ട് കൈയും ആരതി നീട്ടി സ്വീകരിക്കുക എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടോടെ നിൽക്കണം എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ചിന്ത. പക്ഷേ ചില വേദനകൾ ചില വ്യക്തികൾക്ക് വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കും എന്നുള്ളതാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അത്തരത്തിലുള്ള വേദനകളായിരിക്കാം നിങ്ങൾക്ക് ചില ഉറച്ച തീരുമാനങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ എടുക്കേണ്ടി വന്നത് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് കാണുന്നത്. നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജസ് ഫോർ ദിസ് സിറ്റുവേഷൻ. നമുക്ക് ഏഞ്ചൽ ഗൈഡൻസും കൂടി ഇന്ന് എടുക്കാവുന്നതാണ്. മാജിക് മാനിഫെസ്റ്റിംഗ്. അയ്യോ, ഇത്രയുണ്ടോ? എന്തായാലും എടുത്തു നോക്കാം. ബൈ 3 get 1 ഫ്രീ ആയിപ്പോയി, എന്നാലും കുഴപ്പമില്ല. ഹിലേറിയൻ ഡിവൈൻ ഹീലിംഗ് എന്നുള്ളതാണ്. നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു അബദ്ധം പറ്റിയത് എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവാം. പക്ഷേ അതൊരിക്കലും ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ചാൽ, എല്ലാവർക്കും നിങ്ങളെപ്പോലെ നല്ല ഹൃദയം ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു മനസ്സെന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾക്കതുണ്ട്. അപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ ശാപം എന്നുള്ള രീതിയിലേക്ക് ആരും കാണിക്കേണ്ട ആവശ്യമില്ല, ആരും വിചാരിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. റീചാർജ് ആൻഡ് ഹീൽ, അതെപ്പം കീപ്പ് ചെയ്യുക. ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള അധ്യായം സമ്മാനിച്ചു എന്ന് വിചാരിച്ച് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ മോശമായി എന്നുള്ള അർത്ഥമൊന്നുമില്ല. ഒരാളുടെ അഭിപ്രായമൊന്നും നിങ്ങൾ ഒരിക്കലും മോശമാക്കാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ മറ്റൊരാളുടെ അഭിപ്രായം ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ മാജിക് മാനിഫെസ്റ്റിംഗ് എന്നുള്ളൊരു കാർഡ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ഡ്രീം ചെയ്യുന്നത്, അതിനിപ്പോൾ ഏത് തരത്തിലുള്ള ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഡ്രീം ചെയ്യുകയാണ്, അതിനു വേണ്ടി പ്രയത്നിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കും എന്നുള്ളതാണെങ്കിൽ അത് വർക്കൗട്ട് ആവും എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. മാജിക് മാനിഫെസ്റ്റിംഗ് എന്നുള്ളൊരു കാർഡാണ്. യുവർ ഡ്രീം വിഷൻ ഗോൾസ് ആർ ബിക്കമിങ് റിയാലിറ്റി, സ്റ്റേ ഫോക്കസ്ഡ്. അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങൾ വരാം, പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ലേഡി വീനസ്, ഡൗൺലോഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളൊരു കാർഡാണ്. ചില കാര്യങ്ങളിൽ ചില സത്യാവസ്ഥ നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് മുന്നിൽ വെളിവാകും എന്നുള്ള രീതിയിലാണ്. ചില കള്ളങ്ങളൊന്നും ഒരുപാട് നാളുകളൊന്നും ഹൈഡാക്കി വെക്കാനൊന്നും പറ്റില്ല. എപ്പോഴാണെങ്കിലും നിങ്ങളുടെ അടുക്ക വരും എന്നുള്ളതാണ്. നിങ്ങൾ ഡിവൈൻലി പ്രൊട്ടക്റ്റഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്ന് പറയുന്നത്
ഇനിയിപ്പോൾ കർക്കിടക മാസമൊക്കെ ആണല്ലോ വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും, നിങ്ങളെ കൊണ്ടാവുന്ന പോലെ അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതെന്ന് പറയുന്നത് അവരുടെ ബ്ലെസ്സിങ് ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. നിങ്ങൾ ഏത് തരത്തിലുള്ള സിറ്റുവേഷനിൽ കടന്നു പോയിക്കോട്ടെ, അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറൻറ്റ് സിറ്റുവേഷനിൽ ഒരു മാറ്റം കൊണ്ടുവരും എന്നുള്ളതാണ്. അതിപ്പോൾ എന്തും ആയിക്കോട്ടെ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഏതെങ്കിലും ചെറിയൊരു രീതിയിലുള്ള ഒരു സഹായം എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പറയാനുള്ളത്, ഇതൊരു മാനിഫെസ്റ്റിംഗ് കാർഡാണ്. ആർക്കേഞ്ചൽ ഹാനിയൽ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഏഞ്ചലാണ് ആർക്കേഞ്ചൽ ഹാനിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു മാനിഫെസ്റ്റിംഗ് ആണ്. താങ്ക് യു ഹാനിയൽ ഫോർ സപ്പോർട്ടിങ് മീ ആസ് ഐ ഹോണർ മൈ ഇമോഷൻ. എൻ്റെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ ഹാനിയലിനോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു കാർഡ് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷമഘട്ടങ്ങളിൽ നിങ്ങളുടെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെയധികം ക്ലാരിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സണെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് ഡീവിയേറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിന് നിങ്ങൾക്ക് യോഗ പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ തന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം, പോസിറ്റീവ് മാനിഫെസ്റ്റേഷൻ തോട്ടൊക്കെ ഉണ്ടാവില്ലേ, അതറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ഹാനിയൽ പോലെയുള്ള കാര്യങ്ങൾ അതിനൊരു ഉദാഹരണമാണ്. അങ്ങനെയുള്ള മാനിഫെസ്റ്റേഷൻ തോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസിനെ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് ചില സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഒരിക്കലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇത് കുറച്ചും കൂടി ആപ്റ്റ് ആവുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ സോ ഗൈസ്, ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. ഹോപ്പ് നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.